വെൽക്കം ടു ജിലേബി ക്യുസീൻ. ഞാൻ ജിജോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഒരു തോരനാണ്. അതായത് നമ്മുടെ ചീരത്തോരൻ, ചുമന്ന ചീരയിലെ ആ ചീരയുടെ തോരനാണ് ഇന്ന് വെക്കുന്നത്. അതിനൊരു എക്സ്ട്രാ ടേസ്റ്റിനായിട്ട് പ്രത്യേക ഒരു സാധനം കൂടെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് റെസിപ്പി കാണാം. അപ്പം ഞാനിവിടെ ചീര എടുത്തിട്ടുണ്ട്. ഈ ചീര ആദ്യം തന്നെ അതിനകത്തുള്ള മഞ്ഞ ഇലകളൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റിയെടുക്കണം. വേറെ പുല്ലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. അതിനുശേഷം അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കതിനെ തോരനായതുകൊണ്ട് ചെറുതായി തന്നെ അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഇതിൻ്റെ ഇലയും അതിൻ്റെ ആ നേർത്തതായിട്ടുള്ള തണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കട്ടിയായിട്ടുള്ള ഭാഗം ഞാൻ വന്നിട്ട് കട്ട് ചെയ്ത് കളയാണ്. അങ്ങനെ ഞാനിപ്പം ഈ ചീര മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തണ്ടും ഇലയും എല്ലാം കൂടെ ചേർത്ത് അരിഞ്ഞത് ഏകദേശം ഒരു 3 കപ്പും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ചീര. അപ്പോൾ അതിന് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, അത്രയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ചേർക്കേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് മുരിയിച്ചെടുക്കാം. ഇവിടെ വെളുത്തുള്ളി മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് അതിനെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് വഴണ്ട് വന്നാൽ മതി സവാള. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരണം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതും തേങ്ങയും എല്ലാം കൂടെ ആയിട്ടൊന്ന് ചേർന്ന് വരണം. അതേപോലെ മഞ്ഞൾപ്പൊടി ഒന്ന് മൊരിഞ്ഞ് കിട്ടുകയും വേണം. നമുക്കിനി ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അതിനെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും ഈ ചീര വെന്ത് കിട്ടാനായിട്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഒക്കെ വെന്തിട്ടുണ്ട്. ഒരു നല്ല മണം വരുന്നുണ്ട്. ഈ ചീര മാത്രം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ ചീര നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തൊരു ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീരയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇട്ട് കൊടുക്കുന്നത് അരിയാണ്. നമ്മുടെ കുത്തരിയില്ലേ, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പഫായി വരാൻ വേണ്ടിയിട്ട് വേണം. ഒന്ന് കഴുകിയിട്ട് അതിനെ ഒന്ന് വെള്ളം തോരാൻ നല്ലതുപോലെ ഒന്ന് തോരാനായിട്ട് എടുപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലെ പാനിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നമുക്കതിനെ ഒന്ന് പഫ് ചെയ്തെടുക്കാം.
അരി ചൂടായിട്ടുണ്ട്, അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുമുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെളുത്ത് കിടക്കുന്നത്. അത് അരി പൊട്ടി വരുമ്പോഴാണ് അതങ്ങനെ ഇരിക്കുന്നത്. അത് എല്ലാ അരിയും നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതെടുത്ത് നമുക്ക് ചീരയുടെ മേലിൽ ഇട്ട് കൊടുക്കാം. അത് ചീര കഴിക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു ക്രഞ്ചി ആയിട്ട് ഇങ്ങനെ കിട്ടും, നമുക്ക് കടിക്കാനായിട്ട് കിട്ടും. അതൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ തയ്യാറായിട്ടുണ്ട്. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.